ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു സാരി വെച്ച് ലെഹങ്ക ഡ്രേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ക്യാൻ സ്കേർട്ടാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സ്കേർട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ പുറകിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. പുറകിൽ നിന്ന് ഒരു ടക്കിൻ ചെയ്ത് തുടങ്ങിയിട്ട് നമ്മുടെ വലത്തെ ഭാഗത്തുനിന്ന് നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് നമ്മുടെ ഫാബ്രിക്കിനെ നമ്മുടെ സ്കേർട്ടിനകത്തേക്ക് ടക്കിൻ ചെയ്ത് കൊണ്ടുവരിക. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ടക്കിൻ ചെയ്യാം. എൻ്റെ ഈ ഫാബ്രിക്ക് ഒരു 7.5 മീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ ചെറിയ പ്ലീറ്റ്സാണ് എടുത്തത്. നല്ല ഒഴുകി കിടക്കുന്ന ഫാബ്രിക് ആയതുകൊണ്ട് ഒട്ടും ബൾക്കി ആയിട്ട് തോന്നുകയും ചെയ്യില്ല. അങ്ങനെ നമ്മുടെ ഹിപ്പിന് ചുറ്റും ചെറിയ ചെറിയ പ്ലീറ്റ്സ് നമ്മൾ എടുക്കണം. ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പം നല്ല ക്ഷമയോടെ കൂടെ വേണം ചെയ്യാൻ. ഞാൻ പിന്നൊന്നും യൂസ് ചെയ്യുന്നില്ല, നന്നായിട്ട് ടക്കിൻ ചെയ്താൽ മതി. പിന്നെ ഈ ഇട്ടിരിക്കുന്ന സ്കേർട്ടിൻ്റെ അടിയിൽ കസവിൻ്റെ ഡിസൈൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി പൊക്കിയിട്ടാണ് പ്ലീറ്റ്സ് എടുക്കുന്നത്. സോ ആ കസവിൻ്റെ ഒരു ഡിസൈൻ താഴെ കാണുന്നത് പോലെയാണ് ഇപ്പം ഞാൻ ഈ സാരി ഇപ്പം ടക്കിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചുറ്റിലും നമ്മുടെ ഹിപ്പിന് ചുറ്റിലും നന്നായിട്ട് ഈ ചെറിയ ചെറിയ പ്ലീറ്റ്സ് നമ്മൾ എടുക്കാം. പുറകുവശത്തെ പ്ലീറ്റ്സ് എടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. കൈ വിചാരിച്ച പോലെ വഴങ്ങുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഫാബ്രിക്ക് നമ്മൾ ഇങ്ങനെ നേരെ പിടിക്കുക. പല്ലു എടുക്കുന്നത് പോലെ നേരെ പിടിച്ചിട്ട് ചെറിയ കോർണർ പിടിച്ചിട്ട് ചെറിയ പ്ലീറ്റ്സ് ആക്കിയിട്ട് എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ വലത്തെ ഷോൾഡറിൻ്റെ നേരെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ പിന്നെ വെച്ച് നന്നായിട്ട് സെക്യൂർ ചെയ്യണം. ഒത്തിരി നീട്ടിയിട്ട് നമ്മൾ പല്ലു എടുക്കുന്നില്ല, വളരെ ചെറിയ പല്ലുവാണ് എടുക്കുന്നത്. അത് ഒരു വാട്ടർഫോൾ ഡിസൈനിലാണ് നമ്മൾ ഇപ്പം ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പ്ലീറ്റ്സ് ഒപ്പിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം. അപ്പോൾ ഇതാണ് ഒരു ലുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫ്രണ്ടിൽ കുറച്ച് കവറേജ് കൂടെ വേണമെങ്കിൽ നമുക്ക് ബാക്കി വരുന്ന ഫാബ്രിക് നമ്മുടെ ബ്ലൗസിൻ്റെ പുറകിലേക്ക് സെക്യൂർ ചെയ്യാം. അപ്പം നമുക്ക് ഏകദേശം ഈ ഒരു ലെഹങ്കയുടെ ലുക്കിലായിട്ട് വരും. ഇത് നമ്മൾ വേറെ ഷോളൊന്നും ആഡ് ചെയ്യണ്ട. ഞാനിങ്ങനെ കറങ്ങി കാണിക്കുന്നുണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. പുറകിലും സൈഡിലും ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കറങ്ങുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഫുൾ ലുക്ക് വരുന്നത്. അടിപൊളി ഒരു ജിമിച്ചൂ ഫാബ്രിക്കാണ്. ആക്ച്വലി ഞാനിത് ലെഹങ്ക സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഫാബ്രിക്കാണ്. പക്ഷേ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ അത് വെച്ചിട്ട് ലെഹങ്ക ഡ്രേപ്പ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു മോഡേൺ ലുക്കാണ് വേണമെങ്കിൽ ഫ്രണ്ടിൽ കവർ ചെയ്യാതെ ആ ഒരു പല്ലു പോർഷൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിടാം. അപ്പോൾ എത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിംഗ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.